നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി വല്ലപ്പുഴയിൽ കാർ പിന്തുടർന്ന് ലക്ഷങ്ങളുടെ കവർച്ച. കോയമ്പത്തൂർ സ്വദേശികളാണ് കവർച്ചയ്ക്കിരയായത്. കാറും കാറിലുണ്ടായിരുന്ന 45 ലക്ഷം രൂപയും തട്ടിയെടുത്തു. ഇന്നലെ രാവിലെയാണ് പാലക്കാട് വല്ലപ്പുഴയ്ക്കടുത്ത് ചൂരക്കോട് സിനിമ സ്റ്റൈലിലുള്ള കവർച്ച നടന്നത്. കോയമ്പത്തൂർ സ്വദേശികൾ സഞ്ചരിച്ച മാരുതി വാഗണർ കാർ ഒരു സംഘം പിന്തുടർന്ന് തടഞ്ഞു. തുടർന്ന് യാത്രക്കാരെ ബലമായി പുറത്തേക്ക് വലിച്ചിറക്കി. പിന്നീട് പണമടങ്ങിയ കാറുമായി അക്രമി സംഘം കടന്നുകളഞ്ഞു. സംഭവത്തിൽ കോയമ്പത്തൂർ സ്വദേശികൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉച്ചയോടെ കാർ കണ്ടെത്തുകയായിരുന്നു. ചൂരക്കോട് നിന്നും 8 കിലോമീറ്റർ മാറി പോക്കുപടിയിലാണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വിവിധ ഇടങ്ങളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഈ ദൃശ്യങ്ങളിൽ ഒരു നീല ഇന്നോവ കാറിലാണ് അക്രമികൾ സഞ്ചരിച്ചതെന്ന് വ്യക്തമായി. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം. പ്രതികൾ സംസ്ഥാനം വിട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആവശ്യത്തിനായിരുന്നു പണം കൊണ്ടുപോയതെന്ന് കോയമ്പത്തൂർ സ്വദേശികൾ മൊഴി നൽകി. പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. 110ാമത് പട്ടാമ്പി നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 2-3 തീയതികളിൽ നടക്കുന്ന പ്രശസ്തമായ 110ാം പട്ടാമ്പി നേർച്ച ദേശീയോത്സവത്തിന്റെ ഭാഗമായ കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി 4 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 11 മണിക്ക് ജാറത്തിന് മുൻവശം നടക്കുന്ന ഓഫീസ് ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമി അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് മൂസിൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ വിശിഷ്ടാതിഥിയാവും. തൃത്താല പഞ്ചായത്ത് സാരഥികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ദേശീയോത്സവത്തിൽ നല്ല അച്ചടക്കം പാലിച്ച ടീമിനെയും നല്ല ബാനർ പ്രദർശിപ്പിച്ചവരെയും നല്ല ബാൻഡ് സെറ്റ് കൊണ്ടുവന്ന ടീമിനെയും നല്ല കാഴ്ച കൊണ്ടുവന്ന ടീമിനെയും ആദരിക്കുമെന്നും സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിന് എതിരെയുള്ള കെട്ടിടത്തിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാന്യനായ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവർകളാൽ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തദവസരത്തിൽ ബഹുമാനായ പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മോഹസിൻ അവർകൾ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭ വൈസ് ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നഗരസഭ കൗൺസിലർമാർ, പട്ടാമ്പി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ്, പട്ടാമ്പി ബാർ കൗൺസിൽ പ്രസിഡന്റ്, പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ്, കക്ഷി പാർട്ടികളുടെ നേതാക്കൾ, കമ്മിറ്റികളുടെ ക്ലബ്ബുകളുടെയൊക്കെ പ്രസിഡന്റുമാർ, സമൂഹത്തിലെ നാനാതുറയിലും പെട്ട ആളുകൾ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘാടക സമിതി പ്രസിഡന്റ് KR നാരായണസ്വാമി, ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ, ഖജാൻജി C ഹനീഫ മാനു, പബ്ലിസിറ്റി ചെയർമാൻ റഫീഖ് കല്ലുവളപ്പിൽ, പ്രോഗ്രാം കൺവീനർ ഉസ്മാൻ പുളിക്കൽ, PRO അഭിലാഷ് പെരുമുടിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതേപോലെ തന്നെ നല്ല നെയിം ബോർഡ് വെച്ച് വന്നിട്ടുള്ള ഉപാഘോഷ കമ്മിറ്റി, അതേപോലെ തന്നെ നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബാൻഡ് ട്രൂപ്പുകളും കേരളത്തിലെ പട്ടാമ്പിയിൽ നിന്ന് എത്തുന്നുണ്ട്. അതിലേറ്റവും നല്ല ബാൻഡ് മ്യൂസിക്കിന് അതിനുള്ള സമ്മാനമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും നല്ല കാഴ്ചകളുമായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചകളായിട്ട് വരുന്ന ഉപാഘോഷ കമ്മിറ്റിക്ക് സമ്മാനമുണ്ട്. ഈ 4 എണ്ണം കഴിഞ്ഞ 109ാം നേർച്ചയ്ക്ക് വന്നിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച ഈ 4 തരത്തിൽ തിരഞ്ഞെടുത്ത കമ്മിറ്റികൾക്ക് കേന്ദ്രാഘോഷ കമ്മിറ്റിയുടെ സമ്മാനദാനം ആ ചടങ്ങിൽ വെച്ചിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. പട്ടാമ്പി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്കൃതോത്സവം സംഘടിപ്പിച്ചു. ബാലരഞ്ജിനി എന്ന പേരിലാണ് സംസ്കൃതോത്സവം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഉപജില്ലാ സംസ്കൃത അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ LP തല സംസ്കൃത കലോത്സവം GUP സ്കൂൾ പട്ടാമ്പിൽ വെച്ച് സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം പട്ടാമ്പി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഉത്സവങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിൽ അല്ലേ. പുസ്തകോത്സവം, കഥോത്സവം, വരയുത്സവം, ഒരുപാട് ഉത്സവങ്ങളായിരുന്നു അല്ലേ. സ്കൂൾ തുറന്ന മുതൽ
ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ പട്ടാമ്പി സബ് ജില്ലയാണ് ഈ സംസ്കൃതോത്സവം ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. നമ്മുടെ LP ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി സംസ്കൃതം പഠിക്കുവാനും അത് UP ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അവർക്കത് കൂടുതൽ ഉപകാരപ്രദം തന്നെയാണ്. മറ്റേത് ഈ 1ാം ക്ലാസ് മുതലൊന്നും സംസ്കൃതം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്പം തന്നെ ഈ 1ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ച് അവർ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അവർക്ക് ആ സംസ്കൃതത്തിനോടുള്ള AEO സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജയരാജൻ, BPC മനോജ്, PM മൊയ്തീൻകുട്ടി മാസ്റ്റർ, സംഗീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ പെരിങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കലാജാഥ പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി ഹാളിൽ യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനിൽ മന്ദിരാട് ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി, അവളിടം ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ EP ഗോപിക, യൂത്ത് കോർഡിനേറ്റർ KA പ്രയാൺ, വിമുക്തി കോർഡിനേറ്റർ മഹേഷ്, പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് A സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ചെയർമാനായും A സേതുമാധവൻ കൺവീനറായും സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു. ഫെബ്രുവരി 4 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ കലാജാഥയുടെ മണ്ഡലം തല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. മയക്കുമരുന്നിനെതിരെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂളുകളിൽ നമ്മുടെ ചെറുപ്പക്കാരെ വശീകരിക്കുന്നതിന് വേണ്ടി പല ഏജന്റുമാർ ആ സ്കൂളിന്റെ മുന്നിൽ നിൽക്കുകയും നമ്മുടെ പല നേരിട്ട് അറിയുന്ന പല പരാതി ഞങ്ങൾ എക്സൈസിലൊക്കെ ഒരുപാട് മുഖ്യമന്ത്രിക്കും അതുപോലെ എക്സൈസ് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ചെറുപ്പക്കാരെ മുട്ടായി വിതരണം ചെയ്തുകൊണ്ട് അതിൽ അടിമപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളെയും അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പെൺകുട്ടികളെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അവരൊന്നും അറിയുന്നില്ല. വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു വീട് സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പെൺകുട്ടി വീട്ടിൽ അച്ഛനമ്മയോടൊന്നും സംസാരിക്കുന്നില്ല, വളരെ വയലൻ്റായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയെ അവസാനം എടുത്ത് ബോധവൽക്കരണം ചെയ്തപ്പോഴും അറിയുന്ന ആ കുട്ടി പെൺകുട്ടിയാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ കൗൺസിലിംഗ് പോകുമ്പോൾ ആ കുട്ടി കൈ നരമ്പ് കുറിച്ച് ആത്മഹത്യ ശ്രമിക്കുന്ന സ്ഥിതി. അതുപോലെ തന്നെ കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലെ തമിഴ്നാട് ഗ്രാമം ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശത്ത് ഈ കുട്ടികൾ ചെയ്യുന്നത് വലിയൊരു ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുക. കാരണം പെട്രോൾ ഉപയോഗിച്ച് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് നിറഞ്ഞ ആവേശമാകുന്നു. നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്കൂൾ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ ഫ്ലഡ് ലൈറ്റ് 7 ഫുട്ബോൾ മത്സരത്തിൽ എല്ലാ ദിവസവും ഗാലറി നിറഞ്ഞു കവിയുകയാണ്. മറ്റു കായിക പ്രേമികൾ മൈതാനത്ത് 3 വശങ്ങളിൽ നിന്നാണ് കളി കാണുന്നത്. ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ടൂർണമെന്റ് നടത്തുന്നത്. മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ക്ലബിന്റെ അക്കാദമി പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ കാസ്കോ ചാലിശ്ശേരി, യൂണിക് മുക്കിലപീടിക, GCC ചാലിശ്ശേരി എന്നീ ടീമുകളാണ് മുന്നിൽ നിൽക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 8:30 അവസാന ക്വാർട്ടർ മത്സരത്തിൽ ഉദിനി പറമ്പും ഡീഗോ കരിമനക്കുന്നും തമ്മിൽ മത്സരിക്കും. വിജയിക്കുന്ന ടീമും വെള്ളി ശനി ദിവസങ്ങളിൽ സെമി ഫൈനലിൽ കളിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ ക്ലബ്ബുകൾ ഘാന, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 4-5 വിദേശ താരങ്ങളെയും അഖിലേന്ത്യാ ടീമുകളിലെ കളിക്കാരെ ഇറക്കി മത്സരം നടത്തുന്നതിനാൽ 3 ജില്ലകളിൽ നിന്നുള്ള നിരവധി കായിക പ്രേമികളാണ് സ്കൂൾ മൈതാനത്ത് എത്തുന്നത്. ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. CCTV ന്യൂസ്, തൃത്താല. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പോലീസിന്റെ ഗാനാലാപനം ഏറ്റെടുത്ത് സദസ്സ്.
കോഴിക്കര കല്ലേട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഒരുക്കിയ ഗാനമേളക്കിടയിലാണ് ചാലിശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർ കെ ഷിജിത്ത് പാട്ടുപാടാൻ വേദിയിലെത്തിയത്. ബാലചന്ദ്രമേനോൻ മുഖ്യകഥാപാത്രമായ സസ്നേഹം എന്ന ചിത്രത്തിലെ താനെ പൂവിട്ട മോഹം എന്ന ഗാനം ശ്രുതിമധുരമായ ഈണത്തിൽ ആലപിച്ചപ്പോൾ നിറഞ്ഞ സദസ്സ് കൈയടിച്ച് സ്വീകരിച്ചു. കഴിഞ്ഞ 15 വർഷമായി പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഷിജിത്ത് പാലക്കാട് ജില്ലാ പോലീസിന്റെ കീഴിലുള്ള ജനമൈത്രി സംഗീത ഗ്രൂപ്പിലെ അംഗമാണ്. ലഹരിവിരുദ്ധ ബോധവൽക്കരണം, വയോജനങ്ങൾക്കുള്ള സ്വാന്തന പരിപാടികളിലും സജീവമാണ്. പട്ടാമ്പി പെരുമടിയൂർ സ്വദേശികളായ കുന്നത്തൊടി കുമാരൻ ലക്ഷ്മി ദമ്പതിമാരുടെ 4ാമത്തെ മകനായ ഷിജിത്തിന്റെ പാട്ട് പാടുവാനുള്ള കഴിവ് കണ്ടെത്തിയത് ഭാര്യ ശ്രുതിയായിരുന്നു. സഹോദരിയുടെ മകന്റെ വിവാഹാഘോഷത്തിന് പാട്ടുപാടിയായിരുന്നു തുടക്കം. കാർത്തിക്, കിരൺ എന്നിവർ മക്കളാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി പെരുമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികോത്സവം സംഘടിപ്പിച്ചു. ഇതളുകൾ എന്ന പേരിലാണ് വാർഷികോത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻകാലങ്ങളിലൊക്കെ സാധാരണ ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ വന്നത്. എന്തായാലും എൻ്റെ ഒരു പ്രസംഗത്തിനോ എൻ്റെ ഒരു ഉദ്ഘാടനത്തിനോ അല്ലോ നമ്മുടെ മക്കൾ ഇരിക്കുന്നത് അവരുടെ കലാപരിപാടികളുടെ ഒരു ഭാഗമായിട്ടാണ്. എന്തായാലും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലല്ലാതെ തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കുട്ടികൾക്ക് നമ്മുടെ പരീക്ഷയുടെ മുന്നോടിയായിട്ട് തന്നെ അവരുടെ വാർഷികാഘോഷം കൊണ്ടാടുവാൻ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് പരമാവധി ശ്രമിച്ചു. എന്തായാലും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ SSLC പരീക്ഷ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മുന്നേറ്റം നമ്മുടെ സ്കൂളുകളിലത്തെ പല സ്കൂളുകളും ഇതുപോലെയുള്ള കലാപരിപാടി നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണൂർക്കോട് സ്കൂളിൽ തന്നെ 8, 9, 10 ദിവസങ്ങൾ 3 ദിവസത്തെ പരിപാടിയാണ് അവിടെ നടത്തപ്പെടുന്നത്. അപ്പം എന്തായാലും മക്കൾക്കൊരു സന്തോഷം തന്നെയാണ്. അവരുടെ പഠിപ്പിലും തന്നെയല്ല അവരുടെ വിദ്യാഭ്യാസ ഒരുപാട് കലാവാസനകൾ അവരുടെ മക്കളുടെ ഉള്ളിലുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടൊരു വേദിയാണിത്. വാർഡംഗം സരിത വിജയൻ അധ്യക്ഷയായി. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV സിദ്ദിഖ് മുഖ്യാതിഥിയായി. മുരളി കല്ലഴി, സ്കൂൾ പ്രധാനാധ്യാപിക ബീന, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. പട്ടാമ്പി നഗരസഭയിൽ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. തെക്കുമുറി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ മുട്ടക്കോഴി വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള ഇതിനെ നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നത്. ഇന്ന് 300 പേർക്കാണ് വിതരണം നടത്തുന്നത്. 2 ഘട്ടമായിട്ടാണ് ഈ കോഴി വിതരണം നടത്തുന്നത്. അടുത്ത ഘട്ടം 17-ാം തീയതി നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മുട്ടക്കോഴി വിതരണം നടത്തും. നമ്മുടെ ഇതിൻ്റെ ഭാഗമായി നഗരസഭയുടെ വിഹിതം വെച്ചുകൊണ്ടാണ് തികച്ചും സൗജന്യമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത അധ്യക്ഷയായിരുന്നു. ആദ്യഘട്ടത്തിൽ 300 പേർക്കാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നത്. കൗൺസിലർ KA ഹമീദ്, വെറ്റിനറി ഡോക്ടർ പൊന്മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മേഴത്തൂർ മുലേമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ഉത്സവദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആന, മേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, കാവടിയാട്ടം, ശിങ്കാരിമേളം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. രാത്രി 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായി.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.